നമ്മൾ ഇതിന് മുമ്പ് ക്രോഷിയുടെ ടവലിൻ്റെ ബോർഡർ തയ്ക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ട് പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചു ഇതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് സ്റ്റിച്ചസ് ബോർഡർ സ്റ്റിച്ചിങ് കാണിക്കാമോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഒരു ബോർഡർ സ്റ്റിച്ചാണ്, ഒരു ലേസ് എഫക്റ്റ് ഉള്ള ഒരു ബോർഡർ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അത് നമുക്ക് ടവലിൻ്റെ സൈഡിൽ തയ്ച്ചാൽ ഇച്ചിരി കൂടുതലായി പോകും, ഒരു ലേസിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ടവലിൻ്റെ സൈഡിൽ തയ്ക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഹാൻഡ് ടവൽ വീട്ടിലിടുന്ന ഹാൻഡ് ടവലിൻ്റെ സൈഡിൽ തയ്ക്കാം. അതല്ലെങ്കിൽ ചെയർ ബാക്ക്, ഷോള്, സാരിയുടെ അങ്ങനെയുള്ള ഇതിലൊക്കെ തയ്ക്കാവുന്ന ഒരു ലേസ് എഫക്റ്റ് ഉള്ള ബോർഡർ സ്റ്റിച്ചാണ്. അത് എളുപ്പത്തിൽ തയ്ക്കാനും പറ്റും, എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് വരെ തയ്ക്കാൻ പറ്റിയ ഒരു ഇതാണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ക്രോഷിയുടെ കാര്യം പറയുവാണെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തൊരു ഫ്ലവർ, ഒരു ഫുൾ സാരി ഡിസൈൻ ചെയ്തെടുക്കണേക്കാളും സ്പീഡിൽ നമുക്ക് ആ കൈവഴക്കം വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ തന്നെ ക്രോഷ്യ നമുക്ക് തയ്ച്ചു തീർക്കാൻ പറ്റും. ഒത്തിരി കൗണ്ടിങ്ങിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ എണ്ണം തെറ്റരുത്, തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഷേപ്പും മാറിപ്പോകും. അപ്പോൾ ഒരിക്കലും എണ്ണം തെറ്റാണ്ട് നമുക്ക് നല്ല കൈവഴക്കം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചിങ് ആണ് ക്രോഷ്യ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇന്നത്തെ ലേസ് എഫക്റ്റ് ഉള്ള ആ ലേസിൻ്റെ ബോർഡർ തയ്ക്കണ്ടേ എന്ന് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രോഷ്യ തയ്ക്കാനായിട്ടൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡർ ഞാൻ ചുമ്മാ കൈകൊണ്ടൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. അതിൻ്റെ നമ്പറാണ് 4591 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കളർ ആങ്കർ കോട്ടൺ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, പേൾ കോട്ടൺ ത്രെഡ്. പിന്നെ നീഡിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സൈസ് അല്ല, നമ്പറാണ്, നീഡിൽ നമ്പർ 5 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമുക്കിത് തയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അതിൻ്റെ ആദ്യം തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം, ചെയിൻ ഉണ്ടാക്കാൻ. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ത്രെഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ റണ്ണിങ് ത്രെഡ് ബാക്കിയുള്ള ത്രെഡ് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൂപ്പ് കിട്ടി. ഇതാണ്, ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സൈസ് കുറച്ചെടുക്കുക, എന്തോരം സൈസിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ചെടുക്കുക. ഇവിടെ നീണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. തയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഈ ത്രെഡ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പല രീതിയുണ്ട്, ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ത്രെഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മെത്തേഡ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ നീണ്ടു പോകുന്ന ത്രെഡിൻ്റെ ആ പോർഷൻ അവിടെ നമ്മൾ നമ്മുടെ ചൂണ്ടാന്തി വിരലിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട്, നമുക്ക് എന്തോരം എത്ര വേണമെന്ന് വെച്ചാൽ ചുറ്റി വയ്ക്കാം. അത് ചുറ്റി വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്ന ത്രെഡ് ഇവിടെ വയ്ക്കുക. ഇതിപ്പോൾ ഈ ലൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലൂപ്പ് നമ്മുടെ നല്ല പോർഷൻ, ഫാബ്രിക്കിൻ്റെ നല്ല പോർഷനിലാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ നല്ല പോർഷൻ്റെ കോർണറിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കുത്തിയെടുക്കുന്നു. താഴത്തേക്കൂടെ പോയി ഈ ത്രെഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഞങ്ങൾ സിംഗിൾ ചെയിനാണ് ചെയ്യുന്നത്, സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നോടെയും ചുറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇങ്ങനെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു, തുണിയായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ചെയിൻ ഇടുക. 1 2 3. ഈ 3 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചെയിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെയിൻ എത്ര ലെങ്ത്ത് പോകും, തുണിയിൽ എന്തോരം ദൂരം പോകാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇപ്പം നോക്കിയപ്പോൾ ഇവിടം വരെ പോകാം. അപ്പം ഈ ഒരു പോർഷനിൽ വീണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് തുണിയായിട്ട്. വീണ്ടും തുണിയായിട്ട് കുത്തുക, ഇതിൽ കൂടെ എടുക്കുക, വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 4 വട്ടം ചെയ്യണം. ഇതിപ്പോൾ ഇത് 1, ഇത് 2, ഇനി 2 വട്ടം കൂടെ ചെയ്യണം. വീണ്ടും നമ്മൾ ഇത് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ, ഈ അറ്റം ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് ഏറ്റവും അവസാനം കട്ട് ചെയ്ത് കളയാം. വീണ്ടും നമ്മൾ ക്രോഷ്യ ചെയ്യുകയാണ്, സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്, 3 ചെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത പോയിന്റിൽ പോയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3. ഈ ഡിസ്റ്റൻസ് എന്തോരമാണെന്ന് വെച്ചാൽ ഒത്തിരി ദൂരത്തോട്ടും വെക്കരുത്, ഒത്തിരി അടുത്തും വെക്കരുത്. ഇതിൻ്റെ കൃത്യം ഇതിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ ദൂരത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിഞ്ഞ് നിൽക്കും, തുണി മടങ്ങി വലിഞ്ഞ് നിൽക്കും. അടുത്ത കുത്തണമെങ്കിൽ ഈ ചെയിൻ ഇങ്ങനെ മടങ്ങിയിരിക്കും.
അതുകൊണ്ട് കൃത്യം നോക്കിയിട്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കി ചെയ്യണമായിരിക്കും. പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വേഗം ഐഡിയ കിട്ടും ഈ ഒരു ഡിസ്റ്റൻസ് എടുത്താൽ മതി എന്നുള്ളത്. അവിടെ വീണ്ടും സിംഗിൾ ചെയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ 3 വട്ടം ചെയ്തിട്ടുണ്ട്. വീണ്ടും 3 ചെയിൻ ഇടുക. വീണ്ടും ഒരു പോയിന്റിൽ പോയി ആ ഡിസ്റ്റൻസിൽ 3 ചെയിൻ നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ പോയിട്ട് കുത്തുക. ഇതിങ്ങനെ ലൂസായിട്ട് പോയാൽ ടൈറ്റായിട്ട് ഈ വിരലുകൊണ്ട് തന്നെ പിടിക്കുക. അങ്ങനെ നമ്മൾ 4 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ക്രോഷ്യോ ചെയ്ത് 4 പോയിന്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം 1 2 3 4 നമ്മൾ 4 ചെയിൻ ചെയ്തിട്ടുണ്ട്. 4 ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങിയതാണ്. അപ്പം അത് നമ്മൾ കണക്ക് കൂട്ടില്ല. ഇത് കണക്ക് കൂട്ടാതെ തന്നെ 4 എണ്ണം വേണം. അപ്പം നമ്മളിപ്പം ഒരെണ്ണം കൂടെ ചെയ്യണം. അപ്പോൾ ഒരു വട്ടം കൂടെ നമ്മൾ ചെയ്യാണ്. സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യണത് കണക്ക് കൂട്ടത്തില്ല. നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്തത് അതല്ലാണ്ട് 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പം 4ാമത്തെയും കൂടെ നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോൾ 4ാമത്തെ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 9 ചെയിൻ ഇടണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഈ 9 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തുണി ബാക്ക് സൈഡിലോട്ടാണ് പോണത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് ഇത്രയും തയ്ച്ചത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലോട്ടാണ് പോണത്. അപ്പം ഞാൻ ടേൺ ചെയ്യുവാണ് നമ്മുടെ തുണി. അപ്പം നമ്മൾ ബാക്ക് സൈഡിലോട്ട് വന്നു. ബാക്ക് സൈഡിലോട്ട് വന്നിട്ട് ആദ്യത്തെ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗം വിട്ടിട്ട് ഈ പോയിന്റ് വിട്ടിട്ട് രണ്ടാമത്തെ അറ്റാച്ച് ചെയ്ത ഈ പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ വീണ്ടും അറ്റാച്ച് ചെയ്യുക. ആ പോയിന്റിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. വീണ്ടും നിങ്ങൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്തു. ഇങ്ങനെ ഒരു ലൂപ്പ് വന്നു. ഇനി വീണ്ടും നമ്മൾ 3 ചെയിൻ ഇടുകയാണ്. 1 2 3. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അറ്റാച്ച് ചെയ്ത ഈ ഇവിടെയിലോട്ട് നമ്മൾ വീണ്ടും അറ്റാച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ആ അറ്റാച്ച് ചെയ്ത ആ പോർഷനിൽ കൂടെ നമ്മൾ എടുക്കുകയാണ്. അവിടെ നമ്മൾ സിംഗിൾ ചെയിൻ ഇട്ടു, സിംഗിൾ ക്രോഷ്യോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടുക. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ബാക്കിലാണ് തയ്ച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ തുണി തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളിനി ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ഡബിൾ ക്രോഷ്യോ ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് നമ്മൾ ഈ 9 ചെയിൻ വെച്ച് ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെയ്യണത് ഡബിൾ ക്രോഷ്യോ. അപ്പോൾ ഒരു വട്ടം ത്രെഡ് വെച്ച് ചുറ്റിയിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു. ഈ 4 ഒന്നോടെ ചുറ്റിയെടുത്തു. ഇപ്പം 4 ത്രെഡ് ഉണ്ട് നീഡിൽ, അത് 2 ആക്കി നമ്മൾ മാറ്റുന്നു. വീണ്ടും ഒന്നോടെ ചുറ്റിയിട്ട് ഒരെണ്ണമായിട്ട് മാറ്റണം. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ 3 ചെയിൻ ഇടുക. 1 2 3 3 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി സിംഗിൾ ക്രോഷ്യോയാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ചെയ്ത ഡബിൾ ക്രോഷ്യോയുടെ ഒരു ബാറ് കിട്ടിയിട്ടുണ്ട്. ഈ ബാറിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെടുത്ത് സിംഗിൾ ക്രോഷ്യോ ചെയ്യുവാണ്. ഇങ്ങനെ ഇപ്പം നമുക്കൊരു ബാറും ഇവിടെ ഒരു കെട്ടും പോലെയായി. ഇനി നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷ്യോ ഈ ലൂപ്പിൽ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു. 3 ചെയിൻ ഇടുന്നു. 1 2 3 3 ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാറിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ചെയ്ത ബാറിൻ്റെ ഇടയിൽ കൂടെ ഡബിൾ ക്രോഷ്യോയുടെ ഇടയിൽ കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ത്രെഡ് കൈ ചുറ്റിയ ത്രെഡ് തീർന്നു പോയെങ്കിൽ ഒന്നുകൂടെ ചുറ്റിയെടുത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ വലിഞ്ഞിരിക്കുന്ന കാരണം തയ്ക്കാൻ എളുപ്പമായിരിക്കും.
ഇനി വീണ്ടും നമ്മൾ ചുറ്റുന്നു, ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നു. ഈ ബാറിൻ്റെ ഇടയിൽ കൂടെ, ബാറിൻ്റെ എല്ലാ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷ്യോ ചെയ്തു. ഇനി നമ്മൾ 3 ചെയിൻ ഇടുന്നു. 1 2 3. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ സിംഗിൾ ക്രോഷ്യം ചെയ്തു. അതെനിക്ക് കിട്ടിയില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ പോയെന്നേ ഉള്ളൂ, കിട്ടിയില്ല. ഇങ്ങനെ പോകുന്നു, ക്രോഷ്യ കൊണ്ട് എടുക്കുന്നു, സിംഗിൾ ക്രോഷ്യ. വീണ്ടും നമ്മൾ ഇതുപോലെ ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ 8 വട്ടം ഇതുപോലെ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ 1 2 3 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയത്തെയും കൂടെ ചെയ്യണം, 5 ടൈംസും കൂടെ ചെയ്യണം. ഇങ്ങനെ എടുക്കുന്നു, ഡബിൾ ക്രോഷ്യോ, മൂന്ന് ചെയിൻ ഇടണം. 1 2 3. ഇനി സിംഗിൾ ക്രോഷ്യോ. നമ്മൾ ഏത് വൂളൻ ത്രെഡ് മേടിച്ചാലും, ഏത് ക്രോഷ്യോയുടെ ത്രെഡ് മേടിച്ചാലും ആ ക്രോഷ്യോ ത്രെഡിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഏത് സൈസ് നീഡിലാണ് യൂസ് ചെയ്യണ്ടേ എന്നുള്ളത്. ആ നീഡിൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നാലാണ് കുറച്ചും കൂടെ പ്രൊഫഷനും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമുണ്ടാവുള്ളൂ. ഇതിപ്പോൾ പേൾ കോട്ടൺ ത്രെഡാണ്, ക്രോഷ്യോയുടെ ത്രെഡല്ല. പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നീഡിൽ സൈസൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ത്രെഡ് സ്മോൾ ആയതുകൊണ്ട് നീഡിലും സ്മോൾ സൈസ് നീഡിൽ യൂസ് ചെയ്യുക. ഡബിൾ ക്രോഷ്യോ, 3 ചെയിൻ, പിന്നെ സിംഗിൾ ക്രോഷ്യോ. ഈ ഒരു പാറ്റേൺ നമ്മൾ ഓർത്തിരുന്നേച്ചാൽ മതി. പിന്നെ കൗണ്ടിങ് തെറ്റിപ്പോകരുത്. ഇവിടെ ഇപ്പോൾ ലൂപ്പിൽ നമ്മൾ 8 എണ്ണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൽ ഭയങ്കര വളഞ്ഞിരിക്കാൻ തുടങ്ങും. ഇപ്പോൾ 6 എണ്ണേ ആയിട്ടുള്ളൂ, നമുക്കിനി 2 എണ്ണവും കൂടെ തയ്ക്കണം, നല്ലതാണ് 8 എണ്ണം ആകുള്ളൂ. ഇത് ലാസ്റ്റത്തെയാണ് നമ്മൾ തയ്ക്കുന്നത്. 8ാമത്തെ ഇതാണ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. 8ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ ഇടുകയാണ്. 1 2 3. ഇനി സിംഗിൾ ക്രോഷ്യോ, സിംഗിൾ ക്രോഷ്യം ചെയ്തു. ഇനി നമ്മൾക്ക് 8 എണ്ണമായി. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്, ഒരു വട്ടം കൂടെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. ഈ ബാർ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിരിക്കുന്ന 4ാമത്തെ ഈ തുണിയായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഇതിലോട്ടാണ് ഇതും നമ്മൾ തയ്ക്കാൻ പോകണം. ഈ ഡബിൾ ക്രോഷ്യ, അവസാനത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്ത ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മളിനി തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ആ ഡബിൾ ക്രോഷ്യ ചെയ്ത് എന്തോരം ലെങ്ത് ഉണ്ട്, അത് തൊട്ടടുത്ത് തന്നെ കുത്തണം, ഒത്തിരി അകത്തി കുത്തരുത്. അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഒത്തിരി ദൂരെ പോയിട്ടുണ്ടെങ്കിൽ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ കുത്തണം. തുണിയായിട്ട് വീണ്ടും നമ്മൾ എടുക്കുന്നു. സിംഗിൾ ക്രോഷ്യാണ് ഇവിടെ ചെയ്യുന്നത്. തുണിക്ക് കട്ടിയാണെങ്കിൽ ഇതുവരെ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി കട്ടിയുള്ള തുണിയിൽ തയ്ക്കാൻ പോകരുത്. അപ്പം നമ്മൾ ഒരു ഇത് തയ്ച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ അകന്നൊക്കെ ആയിരിക്കണേ, അത് നമ്മൾക്ക് അടുപ്പിച്ചൊക്കെ ആക്കാം. ഇങ്ങനെ നീക്കിയൊക്കെ അതിൻ്റെ ഒരു ഷേപ്പിലോട്ടാക്കിയെടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇതുപോലെ ലേസ് പോലെ ഇതുപോലെ എല്ലായിടത്തേട്ടും വരും.
ഇനി നമ്മളിപ്പോൾ തുണിയായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, വീണ്ടും ഈ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപോലെ തന്നെ വീണ്ടും 3 ചെയിൻ ഇടുക, എന്നിട്ട് അറ്റാച്ച് ചെയ്യുക, 3 ചെയിൻ ഇടുക, അറ്റാച്ച് ചെയ്യുക, അങ്ങനെ 4 വട്ടം ചെയ്യുക. പിന്നെ 9 ചെയിൻസ് ഇടുക, ബാക്കിലോട്ട് പോവുക. അങ്ങനത്തെ സെയിം പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെയും കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ത്രെഡ് നല്ലോണം വലിച്ചു പിടിക്കുക ഇങ്ങനെ. ഇനി നമ്മൾ 3 ചെയിൻ ഇടുകയാണ്. 1 2 3. ഈ ചെയിൻ്റെ ലെങ്ത് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ വെച്ച് നോക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വേഗ് ഐഡിയയിൽ നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നു, പിന്നെയും 3 ചെയിൻ ഇടുന്നു. ഇതുവരെ 4 വട്ടം ആദ്യം ചെയ്തവരെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 9 ചെയിൻ ഇടുന്നു. നമ്മൾ ഡബിൾ ക്രോഷ്യോ പുറകോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഡബിൾ ക്രോഷ്യോ ചെയ്യണം ആദ്യം ചെയ്തവരെ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുൾ ഈ നമ്മളെ ഷോളാണെങ്കിൽ ഷോള്, ബാക്ക് കുഷൻ അല്ലെങ്കിൽ സോഫ ചെയർ ബാക്ക് ആണെങ്കിൽ ചെയർ ബാക്ക്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ 4 വട്ടം. ഇപ്പം ഞാൻ ഈ ആദ്യം അറ്റാച്ച് ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ആദ്യത്തേൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ അറ്റാച്ച്മെൻറ്റ് കൗണ്ട് ചെയ്യത്തില്ല. അതല്ലാണ്ട് 4 അറ്റാച്ച്മെൻറ്റ് വേണം. ഇതിപ്പോൾ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ്, സെക്കൻഡ് അറ്റാച്ച്മെൻറ്റ്, ഇനി 2 അറ്റാച്ച്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 9 ചെയിൻ ഇട്ട് ബാക്ക് സൈഡിലോട്ട് പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്കിതെല്ലാം ഈ ഫുൾ ബോർഡറും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്രോഷ്യോ വെച്ചിട്ട് ഒരു ബോർഡർ ഫുള്ളും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് എങ്ങനെയാണ് നമ്മൾ കെട്ടിടേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചെയിൻ്റെ അകത്ത്, ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ 8 വട്ടം ഇതുവരെ ചെയ്യുന്നുണ്ട്. ഏറ്റവും 8 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഈ അറ്റാച്ച്മെൻറ്റുമായിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്തു. ഈ ഡബിൾ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കാര്യം നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ കോർണറിലും നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതുവരെ വീണ്ടും നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷ്യോ വെച്ചിട്ട് തുണിയായിട്ട് അറ്റാച്ച് ചെയ്തു. ഈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിടാൻ പോവുകയാണ്. അപ്പം നമുക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ത്രെഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് വെച്ചാൽ മതി. ഒരു ചെയിനും കൂടെ ഇട്ടാച്ചാൽ മതി. ഒരു ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയറ്റി കൊണ്ടുപോകാം. ബാക്ക് സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി എടുത്തേച്ചാൽ മതി. നമുക്ക് ഏതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിലും നമുക്ക് കയറ്റിയെടുക്കാം. ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കയറ്റുവാണ്. അതുപോലെ കുറച്ച് ദൂരം ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുക. അങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്ന ക്രോഷ്യോയിൽ. അപ്പോൾ നമ്മൾ ഫുൾ ക്രോഷ്യോ വെച്ച് ചെയ്തു കെട്ടുവിട്ട് കഴിഞ്ഞു. നല്ല ഭംഗിയിൽ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോളിലൊക്കെ തയ്ക്കാം. ഇതുപോലെ ഇത് തയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് എടുക്കാനായിട്ട് 10 മിനിറ്റാണ് ഈ ഒരു ഇത് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം എടുക്കില്ല, കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാം. അതിപ്പോൾ വീഡിയോയ്ക്കായതുകൊണ്ട് പതുക്കെ ചെയ്തിട്ട്, അപ്പോൾ സ്പീഡിൽ ചെയ്താൽ അതിലും കുറച്ച് സമയം എടുക്കുകയുള്ളൂ ഈ ഒരു ലൂപ്പ് ചെയ്യാൻ. അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 2.5 hours നമുക്കൊരു ഷോള് വൃത്തിയായിട്ട് ഇതുപോലെ ഇത് ചെയ്തെടുക്കാം, ലേസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചെയർ ബാക്കോ കുഷൻ കവറോ എന്തിൻ്റെ സൈഡിലും നമുക്ക് ഇതുവരെയൊക്കെ ലേസ് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ക്രോഷ്യോ വെച്ച് ലേസ് എഫക്റ്റ് ഉള്ള ബോർഡർ തയ്ക്കാൻ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാണ്ടിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും സ്റ്റിച്ച് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഉടനെ തന്നെ നിങ്ങളുടെ ഏത് സ്റ്റിച്ചാണ് പഠിക്കാൻ ആഗ്രഹം എന്നുള്ളത് വെച്ചാൽ അതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.